കെഎസ്ആർടിസിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നാളെ ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക ഓർഡിനറി ബസ്സുകളിൽ മാത്രമെന്ന് സൂചന. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിൽ മലബാർ ജില്ലകളിൽ പലർക്കും ആനുകൂല്യം ലഭിക്കില്ല എന്നും വിലയിരുത്തലുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. മേഘന, ഈ കെഎസ്ആർടിസിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യം ഈ ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കുക എന്ന ആലോചനയിലേക്കാണോ സർക്കാർ കടക്കുന്നത്? മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണോ ഈ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത് മലബാർ മേഖലയിൽ സ്ത്രീകൾക്ക് ഈ പറയുന്ന സൗജന്യം കൊണ്ട് വലിയ ഗുണം ലഭിക്കാൻ പോകുന്നില്ല എന്നാണ്. ഇത് വലിയ ആശങ്ക ആ മേഖലയിൽ ഉണ്ടാക്കും. ഇക്കാര്യങ്ങൾ പരിഗണിക്കപ്പെടില്ലേ? അജിക്ക് തീർച്ചയായും ജൂൺ 15 മുതൽ കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് UDF സർക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അത് ഏതൊക്കെ ബസ്സുകളിലാണ് നടപ്പിലാക്കുക? ഇനി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ സിറ്റി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള ദീർഘദൂര യാത്രകളിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമായി നിൽക്കുന്നത്. അതിൽ ഗതാഗത വകുപ്പിൽ നിന്ന് പറയുന്നത് തീരുമാനമായിട്ടില്ല. നാളെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. അതിലായിരിക്കും തീരുമാനമുണ്ടാകുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലും ഈ കാര്യം ചർച്ചയായെങ്കിലും അതിൽ കൂടുതൽ വിഷയങ്ങളിലേക്കും കൂടുതൽ ചർച്ചകളിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നേരത്തെ തന്നെ ഗതാഗത കമ്മീഷണർ സർക്കാരിന്റെ മുന്നിലേക്ക് ഒരു കണക്ക് വച്ചിട്ടുണ്ട്. ആ കണക്കിൽ പറയുന്നത് എല്ലാ തരം ബസ്സുകളിലും നടപ്പിലാക്കുകയാണെങ്കിൽ 112 കോടി രൂപയുടെ നഷ്ടം കെഎസ്ആർടിസിക്ക് 3 മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ആദ്യഘട്ടത്തിൽ ചുരുക്കാനുള്ള ഒരു ആലോചനയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണെങ്കിലും 52 കോടി രൂപയുടെ നഷ്ടമാണ് 3 മാസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അവിടെയും പ്രശ്നമുണ്ടാകുന്ന കാര്യം, ഇന്ന് സർക്കാരിന്റെ ധവളപത്രത്തിലടക്കം സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം, ജലവിഭവ വകുപ്പും അതുപോലെ തന്നെ കെഎസ്ആർടിസിയുമാണ് നഷ്ടത്തിൽ മുൻപന്തിയിലുള്ളത്. അതുപോലെ തന്നെ ഈ ശ്രദ്ധ ക്ഷണിക്കലിന്റെ ഭാഗമായി VT ബൽറാം പറഞ്ഞത് മലബാർ ജില്ലകളിലേക്ക് കെഎസ്ആർടിസി സർവീസുകൾ അത്രയും കുറവാണ് എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് UDFന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള മലപ്പുറം ജില്ലയിൽ അത്രയും കുറവ് കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്ത്രീകൾക്ക്, മലബാർ മേഖലയിലെ സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കാതെ പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. അതിലൊരു അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CP ജോണുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. അതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ഈ നഷ്ടക്കണക്ക്, ഈ നഷ്ടം എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളൊരു ആശയക്കുഴപ്പം കൂടി ഇപ്പോൾ ഗതാഗത വകുപ്പിൽ ഉണ്ട്. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്രത്തെ വെള്ളപൂശിയ ധവളപത്രമാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന വിമർശനം ഉന്നയിച്ചിരിക്കുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. സംസ്ഥാനത്തിന്റെ മൊത്ത വരുമാനത്തിൽ കേന്ദ്രവിഹിതം 25% കുറഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് 50% കേന്ദ്രവിഹിതമുണ്ട്. ഇതേക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ ഒരു വരി പോലുമില്ല. കേന്ദ്രത്തിനെതിരെ സമരത്തിന് തയ്യാറാണോ എന്നും തോമസ് ഐസക് ചോദിച്ചു. കേരളത്തിലെ സാമ്പത്തിക നിലയും ധനകാര്യ നിലയും ഗൗരവമായിട്ടുള്ള അവസ്ഥയിലാണ്. പക്ഷെ പ്രശ്നം അതിന് കാരണം എന്താണെന്നുള്ളതാണ്. അവിടെ ധവളപത്രം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവരെ വെള്ളപൂശ. സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിൽ കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാ? അത് 25% കുറഞ്ഞിരിക്കുകയല്ലേ? മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ റവന്യൂ വരുമാനത്തിന്റെ പകുതി കിട്ടുന്നില്ലേ? ഇതിനെതിരായിട്ടൊരു കേന്ദ്രവിരുദ്ധ സമരത്തിന് തയ്യാറുണ്ടോ? നയപ്രഖ്യാപനത്തിൽ ഇത് സംബന്ധിച്ച് ഒരു പരാമർശം പോലും നടത്താൻ തയ്യാറില്ലാത്തവര് എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പോണത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.